മൈ ഗോഡ്, രാമൻ ട്രാപ്ഡ്. സംഘികളെ പേടിച്ചോടിയ രാമൻ ചെന്ന് പെട്ടത് കൊങ്ങികളുടെ മടയിലാണോ അതോ കമ്മികളുടെ മടയിലാണോ എന്നുള്ളൊരു സംശയത്തിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ. റായ്ബലേറിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം റാം മന്ദിറിലെത്തിയ രാഹുൽ ഗാന്ധി ദർശനം കഴിഞ്ഞ് മടങ്ങുമ്പോൾ ചുറ്റുമുള്ളവർ മോഡി മോഡി എന്ന് ആർത്തു വിളിക്കുന്നു. സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ തുടക്കത്തിൽ കണ്ടത്. കുറച്ച് നാളുകളായി അയോധ്യ രാം മന്ദിരം ചർച്ചകളിൽ ഒരു സ്ഥിരം സാന്നിധ്യമാകാറുണ്ട്. എന്നാൽ ഇടയിൽ രാഹുൽ ഗാന്ധി കൂടി ആകുമ്പോൾ പുട്ടിന് പീര പോലെ സംഭവം ഒന്ന് കൊഴുക്കും. എന്തായാലും ആരുടെ ഐഡിയ ആയാലും ആരുടെ തലയിൽ ഉദിച്ചതായാലും ഫാക്ട് ചെക്കിലൂടെ സംഭവം പൊളിച്ചെഴുതിയിട്ടുണ്ട്. സീസണൽ ഭക്തനുള്ള മറുപടി എന്ന തലക്കെട്ടോടെയാണ് എക്സ് അക്കൗണ്ടുകളിൽ ആദ്യം ഈ വീഡിയോ പ്രത്യക്ഷപ്പെട്ടത്. പിന്നീട് അത് മറ്റുള്ളവർ കൂടി ഏറ്റെടുക്കുകയായിരുന്നു. സംഭവം എന്തെന്നാൽ ഭാരത് ജോഡോ ന്യായ യാത്ര സമയത്ത് ജാർഖണ്ഡിലെ ബാബ വൈദ്യനാഥ് ക്ഷേത്രം സന്ദർശിച്ചപ്പോൾ ഉള്ളതാണ് ഈ കാണുന്ന വിഷ്വൽസ്. അന്ന് കോൺഗ്രസ് BJP പ്രവർത്തകർ ചേരിതിരിഞ്ഞ് മുദ്രാവാക്യം വിളിച്ചപ്പോൾ ഉള്ള വിഷ്വൽസ് ആണ് ഇതിന് പിന്നിൽ. അങ്ങനെ കൊങ്ങികളുടെ വലയിൽ നിന്ന് രക്ഷപ്പെട്ട രാമൻ ചെന്ന് പെട്ടത് കമ്മികളുടെ കയ്യിലാണ്. രാമ രാമ പാടിയാൽ രാമരാജ്യമാകുമോ എന്ന് ചോദിച്ച നമ്മുടെ സഖാക്കളാണ് അമ്പലപ്പുറമ്പിൽ വില്ലുകൊലച്ചു നിൽക്കുന്ന നമ്മുടെ രാമന്റെ ചിത്രം വെച്ചിരിക്കുന്നത്. വെളിനല്ലൂർ ക്ഷേത്രത്തിലെ തൃക്കൊടിയേറ്റ് മഹോത്സവത്തിന്റെ ഭാഗമായിട്ടാണ് മതേതരത്തിന്റെ പര്യായം എന്ന് പറഞ്ഞ് സഖാക്കളുടെ ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ടത്. എന്താണെന്നറിയില്ല നമ്മുടെ സഖാക്കൾക്ക് ഇപ്പോൾ രാമനോടുള്ള ഒരു ക്രഷ് തോന്നാനുള്ള കാരണം. ഇനി നമ്മുടെ പിഷാരടി പാടിയത് തന്നെ ആയിരിക്കോ ഇതിന് പിന്നിലെ കാരണം? ചിന്ന ചിന്ന ആസൈ അതാകാനും സാധ്യതയുണ്ട്. ബാബരി മസ്ജിദിന് വേണ്ടി ഒരു പക്ഷത്ത് കരഞ്ഞും മറുവശത്ത് രാമനെ സുഖിപ്പിച്ചുമൊക്കെ പോകുമ്പോൾ നമ്മുടെ ജയരാജൻ സഖാവ് പറഞ്ഞതുപോലെ 6 ദിവസം പ്രപഞ്ചമുണ്ടാക്കിയ ദൈവം 7-ാം നാൾ വിശ്രമിക്കാൻ പോയതുപോലെ ഇന്തോനേഷ്യയിലേക്ക് റെസ്റ്റ് എടുക്കാൻ പോയിരിക്കുകയാണ് നമ്മുടെ മുഖ്യൻ. ഗണപതിയും രാമനും വിശ്വാസവും എല്ലാം മിഥ്യയായ സഖാക്കൾക്ക് ഇപ്പോൾ ദൈവത്തിലും രാമനിലുമൊക്കെ ഒരു വിശ്വാസം തോന്നി തുടങ്ങിയത് ഒരു നല്ല ലക്ഷണം തന്നെയാണ്. എന്തായാലും 365 ദിവസം ജോലി ചെയ്ത് ക്ഷീണിച്ച പിണറായി ഇപ്പോൾ റെസ്റ്റ് എടുക്കാൻ ഇന്തോനേഷ്യയിലേക്ക് പോയത് ഒരു സിനിമയിൽ മാൻഡ്രേക്കിന്റെ പ്രതിമ കൊണ്ടുപോയത് പോലെയാണോ എന്നാണ് ഒരു സംശയം. പിണറായി കേരളത്തിൽ നിന്ന് പോയതോടെ കേരളത്തിൽ കൊടും വേനലിനെ തടുപ്പിച്ചുകൊണ്ട് മഴ പെയ്തത് ട്രോളുകളിൽ നിറഞ്ഞിരുന്നു. എന്നാൽ അദ്ദേഹം ചെന്നെത്തിയ ഇന്തോനേഷ്യയിലാകട്ടെ കാര്യങ്ങൾ കഷ്ടത്തിലാണ്. കളിയാക്കാൻ പറയുന്ന ഒന്നുമല്ല കേട്ടോ. അൽ ജസീറ റിപ്പോർട്ട് ചെയ്ത ഒരു ന്യൂസിന്റെ ഹെഡ്ലൈൻ കണ്ടോളൂ. അറ്റ്ലീസ്റ്റ് 20 deaths, several missing in Indonesia flash flood called lava flow. തണുത്ത പെരുമഴയിലും ലാവയിലും 28 പേരാണ് കൊല്ലപ്പെട്ടത്. എന്തായാലും സങ്കടകരമായ ഒരു സംഭവമാണ് ഇതിന് പിന്നിലെങ്കിലും വിമർശിക്കാനും ട്രോളാനും നിൽക്കുന്നവർ വാസ്തവത്തിൽ ഇതും ഒരു വിഷയമാക്കിയിട്ടുണ്ട്. അപ്പോൾ കാണാനും കേൾക്കാനും ഇനിയും ധാരാളമുള്ള സ്ഥിതിക്ക് നിർത്താല്ലേ. മറ്റൊരു നല്ല തുടക്കത്തിനായി കാണാം, കണ്ടുമുട്ടാം.